ഇവിടെ എത്ര എനിക്ക് നമ്മള് കഴിയുന്നേ ബാക്ക് ടു നില ഡയറീസ്. ഇറ്റ്സ് മീ സമ. കുറേ ആയില്ല ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് മർഹ ലേഡീസിൻ്റെ മീറ്റപ്പ് ആയിരുന്നു. നമ്മളെ സെറീൻ ആൻറ്റീൻ്റെ RP അങ്കിളുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മളെ മീറ്റപ്പ് നടന്നത്. നമ്മൾ ഖത്തറിലുള്ള ഫാമിലി ഫ്രണ്ട്സാണ് മർഹ ഫാമിലി. നമ്മൾ ഖത്തറിലുള്ള ടൈം നമുക്ക് ഏത് സ്കൂൾ ഹോളിഡേ ഉള്ള ദിവസങ്ങളോ വീക്കെൻഡിലോ എപ്പോൾ ലീവ് കിട്ടിയാലും നമ്മളൊരു മീറ്റപ്പൊക്കെ നടത്തലുണ്ടായിരുന്നു. അധികം അഷ്റഫ് അങ്കിളിൻ്റെ ക്ലബ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ മീറ്റപ്പ് നടത്താറ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ നാട്ടിലാണ്, ബാക്കിയുള്ളവർ ഖത്തറിൽ തന്നെയാണ്. അപ്പോൾ ഖത്തറിൻ്റെ സ്കൂളിൽ ലീവ് കിട്ടുമ്പോൾ അവർ നാട്ടിൽ വരുത്തുണ്ട്. അന്നേരമൊക്കെ നമ്മൾ മീറ്റപ്പ് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം മീറ്റപ്പ് വെച്ചു. നമ്മളവിടെ പോയപ്പോൾ സെറീൻ ആൻറ്റി നമുക്ക് നല്ല അടിപൊളി പായസവും പിന്നെ അവിടെ ഉണ്ടായ അവക്കാഡോ കൊണ്ട് ഒരു അവക്കാഡോ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ലേഡീസ് ഒൺലി മീറ്റപ്പ് ആയിരുന്നു. പിന്നെ എനിക്ക് കമ്പനിക്ക് മാറി ഇവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബോറടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവിടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഫുൾ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ആ ടൈം നമുക്ക് ബാക്കിയുള്ള മർഹ മെമ്പേഴ്സിനെ മിസ്സായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഗെയിംസിലേക്ക് പോയി. റഹ്മത്ത് ആൻറ്റി പറഞ്ഞ് അവരെ 90s കിഡ്സ് കളിച്ച ഗെയിംസൊക്കെ പറഞ്ഞുതരാം. റാണി മക്കളും പിന്നെ കൊത്തം കല്ലും അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളികൾ. കൊത്തം കല്ലെന്ന് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട് കേട്ടോ. സ്ക്വിഡ് ഗെയിം കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു ഇത് ഞാള് ചെറുപ്പത്തിൽ കളിച്ച കളിയാന്ന്. തട്ടാണ്ടും അനങ്ങാണ്ടും എല്ലാം എടുത്തെടുത്ത് മാറ്റണം, ഇളകാൻ പാടില്ല. റാണീനെ തട്ടണ്ടല്ല, എല്ലാത്തിനും തട്ടിയെടുക്കണം, എല്ലാത്തിനും തട്ടിയെടുക്കണം. റാണീനെ ഒന്ന് ഇതൊക്കെ എടുക്കുമ്പോൾ ഓരോ പോയിന്റ്, റാണീനെ എടുക്കുമ്പോൾ 10 പോയിന്റ്, അങ്ങനെ നമുക്ക് 20 പോയിന്റ് കിട്ടും. ഒറ്റയും തട്ടാണ്ടെടുക്കണേ. തടി കുറഞ്ഞത് നോക്കിയെടുത്താൽ നമുക്ക് കറക്റ്റ് എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ കൊണ്ടുപോകാൻ പറ്റും. അത് മുമ്പ് നോക്കണം. ഇത് ശ്രദ്ധിക്കണം, ഇവിടെ ഇളകുന്നുണ്ടോ? കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയും എടുത്താൽ മതി. എന്നിട്ട് നമ്മള് തടി കുറഞ്ഞ സാധനം തടി ഇല്ലാത്ത മെലിഞ്ഞകൾ എടുത്താലാണ് നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഇതാണ്ട. ഇതിങ്ങനെ വേഗം ഇതെടുക്കുന്നത് എങ്ങനെയാണോ, ഇത് പതുക്കെ ഇവിടുന്ന് തട്ടി മറ്റേതിളകാണ്ടെടുക്കണം. മനസ്സിലായോ? അതിന് കൈ കൊണ്ടെടുക്കാം, അതൊക്കെ കൈ കൊണ്ടെടുക്കാം. ഇളകാണ്ടെടുക്കും. ആദ്യം ഫ്രീ ആയിട്ട് നിൽക്കുന്നതിനല്ലേ എടുക്കുക. ഓരോരുത്തരും പോയിന്റ് വന്നിട്ടാണ്. മറന്നുപോയി.
ഇപ്പൊ അറിയാന്ന് യൂട്യൂബിൽ വീണോർത്ത് ചെറിയ അതല്ല വീഴുകയും ചെയ്യരുത് മറ്റേ തൊടുകയും ചെയ്യരുത്. മേടം ഉണ്ട് ചെറിയില്ല പിടിക്കണ്ട. മാറ്റി പിടിക്കണമെങ്കിൽ പിടിക്കാം. അതല്ലേ കളി വീണു പോകാണ്ട്. ഇനി 3 അതെടുത്തിട്ട് ഇതെടുക്കും. ഇത് ഒറ്റക്ക് എടുക്ക്. ഇത് 3 എടുത്തു കഴിഞ്ഞു നീനോ ഇവിടെ എത്ര എനിക്ക് നമ്മള് കഴിയുന്നേ മണി മേലോട്ട് എറിയല്ലേ ചെയ്യാ. 5 4 4 പിന്നെ 5. റാണി മക്കളും കളിക്കാൻ അത്ര ഇടങ്ങാറൊന്നായിട്ടില്ല. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി. പക്ഷെ കൊത്തൻ കല്ല് അത് പഠിച്ചെടുക്കാൻ നല്ല ഇടങ്ങാറായിട്ടുണ്ട്. കുറേ കളിച്ചിട്ടാണ് ഒരു കല്ലന്നെ എടുക്കാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് ഓരൊക്കെ കളിക്കുന്നതാണ് എന്ത് വേഗത്തിലാണ് കളിക്കുന്നത്. അങ്ങനെ ഗെയിംസൊക്കെ കളിച്ചതിൻ്റെ ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ പോകാൻ സമയത്ത് നമുക്ക് സെറീൻ ആൻറ്റി അവിടെ ഉണ്ടായ അവക്കാഡോ എല്ലാവർക്കും തന്നു. ഇനിയിപ്പോൾ ഖത്തറിൽ പോകേണ്ടവരൊക്കെ അടുത്ത ആഴ്ച തന്നെ ഖത്തറിൽ പോകും കേട്ടോ. പിന്നെ ഇനി അടുത്ത സ്കൂൾ വെക്കേഷനിലാണ് കാണാൻ പറ്റും. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഈ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.